ഒക്ടോബർ 1 മുതൽ കേരളത്തിലെ ലേണേഴ്സ് ടെസ്റ്റിന് അടിമുടി മാറ്റം വന്നിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായി വന്ന മാറ്റം ഓരോ 3 ചോദ്യങ്ങൾക്ക് ശേഷവും ക്യാപ്ച നിർബന്ധമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ശരിയായി പൂരിപ്പിച്ച് നൽകിയാൽ മാത്രമേ തുടരുവാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ പരീക്ഷയിൽ നിന്നും നമ്മൾ പുറത്താവുന്നതാണ്. പരിവാഹൻ പോർട്ടലിൽ നാഷണൽ ലെവൽ സെക്യൂരിറ്റി അപ്ഗ്രേഡിന് വേണ്ടി NIC ആണ് ഈ ക്യാപ്ച സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. നിലവിലെ സംവിധാനത്തിൽ 30 ചോദ്യങ്ങളും ഓരോ ചോദ്യത്തിന് 4 ഓപ്ഷനുകളും ലഭ്യമാണ്. ഓരോ ചോദ്യത്തിനും 30 സെക്കൻഡ് സമയമാണ് നൽകിയിരിക്കുന്നത്. ഓരോ 3 ചോദ്യത്തിന് ശേഷം ക്യാപ്ച ഉണ്ടായിരിക്കുന്നതാണ്. വിജയിക്കാൻ ആവശ്യമായ ശരിയുത്തരങ്ങൾ 18 എണ്ണമാണ്. അതായത് 60% മാർക്കാണ് നമുക്ക് ആവശ്യമായത്. ലേണേഴ്സ് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടെക്സ്റ്റ് ബേസ്ഡ് ക്യാപ്ചയാണ്. അക്ഷരങ്ങളും അക്കങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും ഉണ്ടാവും. ടെസ്റ്റ് എളുപ്പത്തിലാക്കുവാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ: 1. കമ്പ്യൂട്ടർ പരിജ്ഞാനം ആവശ്യമാണ്. കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിലെ അക്ഷരങ്ങളും അക്കങ്ങളും അവയുടെ സ്ഥാനത്തെപ്പറ്റി ഒരു ധാരണ ആവശ്യമാണ്. കൂടാതെ ടെസ്റ്റിന് ഉപകാരപ്പെടുന്ന കീകളായ ബാക്ക്സ്പേസ്, ക്യാപ്സ് ലോക്ക്, ഷിഫ്റ്റ്, എൻ്റർ ഇവയുടെ സ്ഥാനങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഓരോ 3ാമത്തെ ചോദ്യത്തിനോടൊപ്പം അതേ സ്ക്രീനിൽ തന്നെയാണ് ക്യാപ്ചയും വരുന്നത്. 30 ചോദ്യവും അറ്റൻഡ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ 10 തവണ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. ക്യാപ്ച വരുന്ന സമയം ചോദ്യം വായിച്ച് സമയം പാഴാക്കാതെ ക്യാപ്ച വേഗത്തിൽ എൻ്റർ ചെയ്യുവാൻ ശ്രമിക്കുക. കൂടാതെ ക്യാപ്ചയിൽ നൽകിയിരിക്കുന്ന എല്ലാ അക്ഷരങ്ങളും അക്കങ്ങളും വളരെ ശ്രദ്ധിച്ചു നോക്കുക. ക്യാപിറ്റൽ ലെറ്ററുകളും സ്മാൾ ലെറ്ററുകളും ഉണ്ടാവും. ഇവയെ എളുപ്പത്തിൽ മാറ്റുന്നതിനായി ക്യാപ്സ് ലോക്ക് കീയുടെ അടുത്തു തന്നെ ഒരു വിരൽ ഹോൾഡ് ചെയ്യുക. കൂടാതെ 0-ഉം O-യും ചെറിയ L-ഉം വലിയ I-യും പോലെ സാമ്യമുള്ളവ തിരിച്ചറിയാൻ ശ്രമിക്കുക. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലേണേഴ്സ് ടെസ്റ്റിൻ്റെ സമയത്ത് നിങ്ങൾ വേഗതയോടെയും തെറ്റില്ലാതെയും ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സമയം പാഴാക്കാതെ ശാന്തമായി പൂർത്തീകരിക്കുക.